ഞാനിതാ ഇവിടെ പാലാരിവട്ടത്തെ നാജായത്തയുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഹായ്ത്ത, നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ നാജായത്ത നമുക്ക് വേണ്ടി ഒരു വിഭവം ഉണ്ടാക്കിയായിരുന്നു, നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നും ഇതവിടെ ഗ്രേപ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. വൈനാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നാജായത്ത നമുക്ക് വൈൻ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം അല്ലേ? ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറവാണല്ലോ ഇത്ത. നമ്മളിന്നൊരു ഗ്രേപ്പ് വൈനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തീരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് തന്നെ വേണ്ടുള്ളൂ, അത്രേ ഉള്ളൂ. പെട്ടെന്ന് ആയി കിട്ടുന്ന ഒരു ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഗ്രേപ്സ് എത്രയുണ്ട്? 1 കിലോ. 1 കിലോ ഗ്രേപ്പ്, പിന്നെ ധാത്രിപ്പൂവ്, പട്ട, ഏലക്ക, ഗ്രാമ്പൂ. ഓക്കെ, പിന്നെ പഞ്ചസാര. 1 കിലോ ഗ്രേപ്പിലേക്ക് 800 ഗ്രാം. 800 ഗ്രാം പഞ്ചസാര. 1.5 കപ്പ് വെള്ളം. 1.5 കപ്പ് വെള്ളം. വെള്ളം കൂടുതൽ, കാരണം ഇത് തിളച്ച് കുറച്ചൊന്ന് പറ്റി വരുന്നല്ലോ. അപ്പൊ നമ്മളൊരു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 1.25 കപ്പായിരുന്നു, പക്ഷെ ഇത്തവണ 2 കപ്പ് ഉണ്ട്. അതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് തിളച്ചൊന്ന് ശരിയായി കിട്ടണം. അപ്പൊ കുറച്ചുകൂടി കൂടുതൽ വെള്ളമാണ്. കഴിഞ്ഞ പ്രാവശ്യം വൈൻ ഉണ്ടാക്കിയപ്പോൾ ഒരു 1.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ഇന്നിപ്പോ ഒരു 2 കപ്പ് വെള്ളത്തോളം. അപ്പൊ നമുക്ക് തുടങ്ങാം. നല്ല മുന്തിരി വൈനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് നാജായത്ത സ്പെഷ്യൽ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിരിക്കും. എപ്പോഴും നാജായത്ത ഹെൽത്തി ആയിട്ടുള്ള വൈൻസ് ആണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്യാരറ്റ് വൈനായിരുന്നു. ഇനിയിപ്പോ വെള്ളം ഒന്ന് തിളയ്ക്കണം. ഇതിപ്പോ നമുക്കൊരു 10 ദിവസം കൊണ്ടൊക്കെ എടുക്കാൻ പറ്റിയ ഒരു വൈനാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഉണ്ടാക്കിയത് ഒരാഴ്ച കൊണ്ട് എടുക്കായിരുന്നു. പിന്നെ ഇരിക്കുന്നോറും കൂടുന്നതാണ്. ഇതുപോലെ ചെയ്താലാണ് നമുക്ക് ഒരാഴ്ച കൊണ്ട് എടുക്കുന്നത്, 10 ദിവസം കൊണ്ട് എടുക്കാവുന്നത്. അതല്ലാണ്ട് ചെയ്യുന്നതാകുമ്പോഴത്തേക്ക് നമ്മളത് 1 മാസം. വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് മുന്തിരിങ്ങയാണ്. നമ്മുടെ ചീത്ത മുന്തിരിങ്ങ അതൊക്കെ ഉള്ളതെല്ലാം എടുത്ത് മാറ്റിയിട്ടൊക്കെ വേണം. പിന്നെ അതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല മുന്തിരിങ്ങ, അതിലേക്ക് ചീഞ്ഞ മുന്തിരിങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. നല്ല ഗ്രേപ്സ് മാത്രം തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് ഇനി നമ്മൾ മിക്സ് ചെയ്യണം അല്ലേ? മുന്തിരി ഇത് നന്നായി ഉടഞ്ഞു ചേരണോ വെള്ളത്തിൽ? വെള്ളത്തിൽ നല്ലോണം. ഏകദേശം അതിനകത്തേക്ക് നമുക്ക് ഷുഗറും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോ എത്രയാണ് ഷുഗർ? നമ്മൾ 800 ഗ്രാം. നേരത്തെ പറഞ്ഞല്ലോ 800 ഗ്രാം ഷുഗറാണ്. അതെ. ഇത് നല്ലപോലെ തിളച്ചിട്ട് ഇത് പൊട്ടി വരണം. ഈ മുന്തിരിയുടെ മോൾഭാഗമൊക്കെ നല്ലപോലെ വെള്ളം തിളച്ച് വെള്ളത്തിൽ കിടന്ന് വെന്ത് ഒന്ന് പൊട്ടി വരും. അതുപോലെ വെള്ളത്തിന് നല്ല കളറായി വരും. ഗ്രേപ്പ് വൈൻ ആസ് ഓൾവേസ് നമുക്ക് അത്രയും ടേസ്റ്റി ആയിരിക്കും, കാണാനും ഒക്കെ ഒരു ഭംഗിയായിരിക്കും. ഇത് ഏകദേശം എത്ര സമയം കൊണ്ട് പാകമായിട്ട് വരും? ഇതിപ്പോ ഒരു 10 മിനിറ്റ് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് 10 മിനിറ്റ് മതി. നേരത്തെ പറഞ്ഞിട്ടുള്ള പൊട്ടി വരുന്ന പരുവത്തിലേക്ക് വരും. ഒരു 10 മിനിറ്റ് സമയമാണ് ഈ ഗ്രേപ്പ് ഈ തിളച്ച വെള്ളത്തിൽ കിടന്നിട്ട് പാകമായിട്ട് വരാൻ. ആ 10 മിനിറ്റ് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ മുന്തിരി നല്ലപോലെ പൊട്ടി തിളച്ച് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ അത് പാകമായല്ലേ? ഇനി അത് നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം അരിച്ച് കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കുമ്പോഴത്തേക്കാണ് നമ്മൾ പട്ട, ഗ്രാമ്പ്, ഏലക്ക അതെല്ലാം കൂടി ഇട്ടിട്ടാണ് മിക്സ് ചെയ്തെടുത്ത് വെക്കുന്നത്. ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ബാക്കിയുണ്ട് ചേർക്കാനായിട്ട് അല്ലേ? പട്ട, ഏലക്ക, ഗ്രാമ്പു, പിന്നെ അതുപോലെ തന്നെ സൂചി ഗോതമ്പും കൂടി ചേർക്കണം. ഈസ്റ്റും സൂചി ഗോതമ്പും നമുക്ക് ഇതിന് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഇൻഗ്രീഡിയൻസ് കൂട്ടുന്നതാണ്. ഒന്ന് ചൂടാറി കിട്ടണം. ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് അരിച്ചൊഴിക്കാനായിട്ട്. ഒരു 15 മിനിറ്റ് കൊണ്ട് ഒരു നന്നായിട്ട് തന്നെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചിട്ട് കുപ്പിയിലേക്ക് ആക്കാം. മുന്തിരി ആവശ്യത്തിന് വേവ് പാകമായി, അത് നമ്മളൊന്ന് തണുക്കാനായി വെച്ചു. ഇനി നമ്മളത് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്കൊന്നും ആഡ് ചെയ്യണില്ല അല്ലേ? ഷുഗറൊക്കെ നമ്മൾ ആവശ്യത്തിന് ചേർത്തു നേരത്തെ. നമുക്കിതൊന്ന് അരിച്ചെടുത്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഒന്ന് ആഡ് ചെയ്യേണ്ടത് ആവശ്യമുള്ളൂ അല്ലേ?
അതിഥികൾ വരുമ്പോൾ ഓരോ ദിവസവും ഓരോ വൈനാക്കാം വീട്ടിൽ അല്ലേ ഏട്ടാ? അതെ. സ്വീകരണ മുറി ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള വൈൻസും കേക്കൊക്കെ കൊണ്ട് നിറയട്ടെ. ഗ്രേപ്സ് വൈൻ ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം അല്ലേ? ഡയറക്റ്റ് ഓക്കെ അല്ലേ? ഇതിനൊരു നിറം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഡെലീഷ്യസ് ആൻഡ് ബ്യൂട്ടിഫുൾ ഗ്രേപ്പ് വൈൻ ഫ്രം അമോകെക്സ് അല്ലേ? ഓക്കെ. ഇനി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. പട്ട നമ്മളൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കണം. ഏലക്ക ഡയറക്റ്റ് ചേർക്കാം അല്ലേ? നമ്മൾ മാറ്റി വെച്ച ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാണ്. പട്ട, പ്രത്യാശയുടെ ഗ്രേപ്പ് വൈൻ അല്ലേ? സൂചി ഗോതമ്പ് ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ ടീസ്പൂണാണല്ലോ, നമ്മളൊരു 3 സ്പൂൺ ഇടുന്നുണ്ട് ഇതിൽ. 3 സ്പൂൺ, ഒരു 3 സ്പൂൺ സൂചി ഗോതമ്പ് നമുക്ക് ആഡ് ചെയ്യാം. ആൻഡ് ഈസ്റ്റ് കൂടി വേണം അല്ലേ? 3/4 ടീസ്പൂൺ. ഓക്കെ, 3/4 ടീസ്പൂൺ കണക്കിന് ഈസ്റ്റ് കൂടി നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞു. ഇനി അടച്ച് കെട്ടി മാറ്റി വയ്ക്കാനല്ലേ? മിക്സ് ചെയ്ത് കൊടുക്കും. ഒന്ന് ഇളക്കി കൊടുക്കും, ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 ദിവസത്തിനകം വൈൻ റെഡി ആവും എന്നാ പറയുന്നത് അല്ലേ നാജേട്ടാ? സ്പെഷ്യൽ ഗ്രേപ്പ് വൈൻ നമുക്ക് 10 ദിവസത്തിനകം റെഡിയാവും. ഗ്രേപ്പിൻ്റെയും ചേർത്തിട്ടുള്ള ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും നല്ല ഫ്ലേവേഴ്സ് കിട്ടുന്നുണ്ട്. ഇനി നമ്മളതൊരു തുണി കൊണ്ട് ഒന്ന് കെട്ടി വയ്ക്കാം. അടച്ച് ഭദ്രമായി നമ്മൾ മാറ്റി വെക്കുകയാണ്. അതെ, അടപ്പ് മാത്രം വെറുതെ ജസ്റ്റ് ഒന്നങ്ങനെ വെച്ചാൽ മതി. ഇനി ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് 10 ദിവസം കഴിയുമ്പോൾ വൈൻ റെഡി അല്ലേ? ഗ്രേപ്പ് വൈൻ ആണ്, നാജ സ്പെഷ്യൽ ഗ്രേപ്പ് വൈൻ ആണ് ലേഡീസ് അവറിൻ്റെ കുക്കറി സെഗ്മെന്റിൽ കാണിച്ചത്. താങ്ക് യു സോ മച്ച് ഇത്ത. ഓരോ എപ്പിസോഡിലും ഞങ്ങൾക്ക് മനോഹരമായിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി തരുന്നത്. താങ്ക് യു സോ മച്ച് ഇത്ത. ലേഡീസ് അവറിൻ്റെ കുക്കറി സെഗ്മെന്റിൽ മനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. Till then, take care and bye-bye.